ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നത്. ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടിയില്ല, അതാണ് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂണിലും കുറച്ച് താഴെയായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. ആദ്യം ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്നങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ 2-3 ടേബിൾ സ്പൂൺ കൂടെ കേട്ടോ. ഒരുപാട് കട്ടിയുള്ള ബാറ്റർ അല്ല വേണ്ടത്, കുറച്ചൊരു ലൂസും ആവണം, എന്നാലേ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ബ്രെഡിൽ കൂടുതൽ മാവുള്ള പോലെ ആയി പോകും. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത് കേട്ടോ. കൂടുതൽ ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിയല്ലതാ. ഈ ഒരു കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 പീസ് മാക്സിമം മതി കേട്ടോ. അതിൽ കൂടുതൽ മാവ് ഉണ്ടാവില്ല. എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. 4 പീസായിട്ടാണ് കേട്ടോ. സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനേക്കാളും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പീസും ആക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവിലേക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മുക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു കറക്റ്റ് മാവിൻ്റെ കട്ടി കറക്റ്റ് ആയിരിക്കും. എല്ലാം ഒരുപാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല, എന്നങ്ങനെ ഒഴുകി പോകുന്നില്ല. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എണ്ണ അത്യാവശ്യം ചൂടിൽ തന്നെ ഇരുന്നോട്ടെ, കാരണം ഉള്ളിൽ ബ്രെഡ് കൂടുതൽ വേവാനൊന്നുമില്ലല്ലോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അങ്ങ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ കറക്റ്റ് ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. എന്നിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു ബ്രെഡ് ബജ്ജി എപ്പോഴും ഉണ്ടാക്കിയിട്ട് ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഒന്നങ്ങ് തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ ബ്രെഡ് ബജ്ജി ചൂടോട് കൂടെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ഉള്ളിവടയുടെ മാവ് വെച്ചിട്ട് ബ്രെഡ് ഇതുപോലെ ചെയ്യലുണ്ട്. ഇത് ജസ്റ്റ് കടലമാവിൽ ചെയ്തു തന്നേ ഉള്ളൂ. പിന്നെ വെറുതെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ഗ്രീൻ ചട്നിയാണ്. നമ്മൾ മുൻപ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ചൊരു തൈരും കൂടെ ചേർത്തിട്ടുള്ള സൈഡിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനോ കേട്ടോ. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്